ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമ്മളിപ്പോൾ ഉള്ളത് മുഗ്ലിനയിലുള്ള ബന്ദാൻ എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഉള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുന്ന പോലെ സലാഡ് ഇവിടെ തരും കേട്ടോ. ഇവിടെ നമ്മളുടെ ഒരു ബായി ഉണ്ട് കേട്ടോ. ബായി ഇന്ന് എത്തിയിട്ടില്ല. ഇവിടെ പിള്ളേരോട് ചോദിച്ചപ്പോൾ കുറച്ച് കഴിയും വരാനെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ എന്താ ചെയ്തത്, ഒരു ചിക്കൻ ചുക്ക ഹാഫും ഇവിടുത്തെ ഒരു സ്പെഷ്യൽ പൊറോട്ടയുണ്ട്, ആ പൊറോട്ടയും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ അവർ പൊറോട്ട ഒക്കെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. പൊറോട്ട നമ്മളവിടുത്തെ പൊറോട്ട പോലെയല്ല കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അവർ ചിക്കൻ ചുക്കയും കൊണ്ടുവന്ന് വെച്ചു. ചിക്കൻ ചുക്കയും അടിപൊളിയായിരുന്നു കേട്ടോ. ഒരാൾക്ക് സമൃദ്ധിയായിട്ട് കഴിക്കാനുള്ളതുണ്ട്, ചിക്കൻ ചുക്കയും അടിപൊളിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലെ പൊറോട്ട കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെപ്പോഴും കടിച്ച് പറിച്ച് കഴിക്കല്ലേ നമ്മൾ പൊറോട്ട. അതങ്ങനെയല്ല, ഭയങ്കര സോഫ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റിയാണ്. ഈ പൊറോട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, സൂപ്പറാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ചുക്കയിലൊന്നും മുക്കിയിട്ടല്ല കഴിച്ചത്, പക്ഷേ ഒരു രക്ഷയില്ല. പിന്നീടാണ് ഞാൻ ചിക്കൻ ചുക്കയിൽ മുക്കിയത് കേട്ടോ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ചിക്കൻ ചുക്കയും പൊറോട്ടയും എന്ന് പറയുന്നത് വേറൊരു ലെവല്. നമ്മളിതുവരെ കഴിക്കാത്തൊരു പൊറോട്ടയും. ചിക്കൻ കുഴപ്പമില്ല, അടിപൊളിയാണ്. ഓൾറെഡി എല്ലായിടത്തും കഴിക്കുന്ന പോലെ തന്നെയാണ് ചിക്കൻ്റെ എനിക്ക് തോന്നിയത്. ഇനി നിങ്ങളിവിടെ വന്നിട്ട് കഴിച്ച് നോക്കൂ, അപ്പോഴറിയാം. പരമാവധി ഇവിടുത്തെ പൊറോട്ടയിലാണ് എനിക്കിഷ്ടമായത്. ചിക്കൻ എപ്പോഴും നമ്മളെല്ലാവരും ഓരോ സ്ഥലത്ത് കഴിക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് കഴിക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ പൊറോട്ട ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി അടിപൊളി എന്ന് പറയാൻ ഒരു രക്ഷയില്ല. പിന്നെ ഈ പൊറോട്ട ശരിക്കും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം മുന്നേ കഴിക്കേണ്ടതായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ റൂമിൽ ഉള്ള ഭായിമാരെല്ലാം ഈ പൊറോട്ട കഴിക്കുന്നവരാണ്. അപ്പോൾ അവർ മേടിച്ചിട്ടുണ്ടായിരുന്ന സമയവും എൻ്റെ സമയം ഒക്കെ ഒരുപാട് വ്യത്യാസമുള്ളത് കാരണം എനിക്കിത് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ അപ്പം നമ്മളുടെ ഭായിനെ കണ്ടാലോ എന്ന് വിചാരിച്ച് പോകുന്നതാണ്. അപ്പോഴാണ് ഇവിടുത്തെ പൊറോട്ടയുടെ ഓർമ്മ വന്നത്. അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഒരു തോന്നൽ, ഇവിടുത്തെ പൊറോട്ട ഒന്ന് ജസ്റ്റ് പയറ്റി നോക്കിയാലോ. പക്ഷേ ഒരു രക്ഷയില്ല, അടിപൊളി. ഇവിടുത്തെ കോംബോ ഈ പൊറോട്ടയും ഈ ചിക്കൻ ചുക്കയും തന്നെയാണ് കേട്ടോ ഇവിടുത്തെ കോംബോ. പിന്നെ ഈ സ്പെഷ്യൽ ഫ്രണ്ടിലിരിക്കുന്ന അത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെയാണ് കേട്ടോ. അത് ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞതാണ്. സവോളയും ഒരു പച്ചമുളകും ഒരു ചെറുനാരങ്ങയും അത് പിഴിഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞതാണ് കേട്ടോ. അത് നമ്മളുടെ കേരളത്തിലെ തൃശ്ശൂർ കണ്ടശങ്കടവ് അറിയോ? കണ്ടശങ്കടവ് പാപ്പൻ്റെ കട ഉണ്ടിട്ട് ഞങ്ങൾക്ക് അവിടെയും, പിന്നെ മരണോളയിൽ മാമാടെ കടയുണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ബീഫിൻ്റെ മേലെ സവോളയിൽ ഒരു ചെറുനാരങ്ങ ഒഴിച്ചിട്ട് അത് കഴിക്കുന്ന ആ ഒരു സുഖം അത് വേറെ തന്നെയാണ് കേട്ടോ. ആ ഒരു ഫീലിംഗാണ് ഇപ്പോൾ എനിക്കിവിടെ ഈ പൊറോട്ടയും ഈ ചിക്കൻ ചുക്കയും കഴിച്ചപ്പോൾ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ തൃശ്ശൂരിൻ്റെ ആ ഒരു ആസ്വദിച്ച് കഴിക്കാൻ എനിക്ക് പറ്റി. അപ്പോൾ നമ്മളുടെ തൃശ്ശൂരിലുള്ള പോലെ തന്നെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അടിപൊളി പൊറോട്ട ഒരു രക്ഷയില്ല, ചിക്കൻ ചുക്ക കുഴപ്പമില്ല, അടിപൊളി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളെ ഭായിനെയും നമ്മളുടെ ആൾക്കാരെയും ഒക്കെ കാണിക്കാം. അപ്പോൾ ആരും പേര് മറക്കണ്ട, മുഗ്ലിനയിലുള്ള ബന്ദാൻ ഹോട്ടൽ, നമ്മളുടെ കോർപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ കാണുന്നവരെയും മാ സലാമ.